അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മീഖാത്ത് എന്ന വിഷയമാണ് പഠിച്ചത്. ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങൾക്ക് മീഖാത്ത് അസ്സമാനി, മീഖാത്ത് അൽ മക്കാനി എന്നിങ്ങനെ രണ്ട് തരം മീഖാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഉംറക്ക് ഒരു വർഷത്തിലെ ഏത് ദിവസത്തിലും ഇഹ്റാമിൽ പ്രവേശിക്കാം. ഹജ്ജിനാണ് എങ്കിൽ ഷവ്വാൽ മാസം, ദുൽഖഅദ മാസം, ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നിവയാണ്. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വരികയാണെങ്കിലും 5 സ്ഥലങ്ങളിലൂടെയാണ് മക്കയിലേക്ക് എത്താൻ സാധിക്കുക. ഈ 5 സ്ഥലങ്ങളിൽ നിന്ന് അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞു. മദീനക്കാരുടെ മീഖാത്താവുന്ന ദുൽഹുലൈഫ, ഷാമുകാരുടെ മീഖാത്താവുന്ന ജുഹ്ഫ, ഇന്ന് റാബഖ് എന്ന പേരിൽ ആണ് ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത്, റാബഖ് എന്ന സ്ഥലത്ത്. 3 നജിദുകാരുടെ മീഖാത്താവുന്ന ഖർനുൽ മനാസിൽ. 4 യമനുകാരുടെ മീഖാത്താവുന്ന യലംലം. 5 ഇറാഖ് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുടെ മീഖാത്താവുന്ന ദാത്തു ഇറഖ്. ഇന്ന് ആ പ്രദേശത്തിന് തൊറഫ എന്ന പേരിലാണ് പറയപ്പെടുക. ഓരോ സ്ഥലത്തിനും ഇന്ന് മാറ്റങ്ങളുണ്ടായേക്കാം. അതായത് ആ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ മാറിയിട്ടുണ്ടാവും. യലംലം സഅദിയ എന്ന് പറയും, ഖർനുൽ മനാസിൽ സെയ്ൽ കബീർ എന്ന് പറയും, ദുൽഹുലൈഫക്ക് ആബാർ അലി എന്നൊക്കെ പറയും. ഇനി ഇതുമായി ബന്ധപ്പെട്ട, മീഖാത്തുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക മതവിധികളാണ് ഇൻഷാ അല്ലാഹ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രത്യേക സ്ഥലങ്ങളെ തെരഞ്ഞെടുത്തത്? മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള മഹാപണ്ഡിതന്മാർ പറയുന്നു, ഇത് കഅബാലയത്തിൻ്റെയും മക്കയുടെയും പവിത്രതയാണ് അറിയിക്കുന്നത്. കഅബാലയത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ ഒരു ചെക്ക് പോയിന്റ് പോലെ ആ പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് അതുവരെ അനുവദനീയമായിരുന്ന കാര്യങ്ങൾ നിഷിദ്ധമായി തീരുന്ന രൂപത്തിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് പവിത്രമായി പരിപാവനമായി തൽബിയത്ത് മുഴക്കി ആയിരിക്കണം കഅബാലയത്തിലേക്ക് നീങ്ങേണ്ടത്. അത് കഅബാലയത്തിൻ്റെയും മക്കയുടെയും ഹറമിൻ്റെയും പവിത്രതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ഈ പറയപ്പെട്ട 5 സ്ഥലങ്ങൾ, ആ 5 സ്ഥലങ്ങളിലുള്ള ആ നാട്ടുകാർക്കുള്ള മീഖാത്ത് മാത്രമല്ല. യമനുകാരുടെ മീഖാത്ത് എന്ന് പറയുമ്പോൾ യമനുകാർക്ക് മാത്രം, ഷാമുകാരുടെ മീഖാത്ത് എന്ന് പറയുമ്പോൾ ഷാമുകാർക്ക് മാത്രം, ഇറാഖുകാരുടെ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഇറാഖുകാരുടെ മീഖാത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് ഈ പറഞ്ഞ ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്നവരായിരുന്നാലും ശരി, അവർക്കൊക്കെയുള്ള മീഖാത്തുകളാണ് ഇത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ പറയുന്ന പ്രദേശങ്ങളും കഴിഞ്ഞ് താമസിക്കുന്ന ആളുകൾ, യലംലം കഴിഞ്ഞ് മക്കയോടടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ടാവും. റാബഖും കഴിഞ്ഞ് റാബഖിൻ്റെയും മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. ദുൽഹുലൈഫയുടെയും കഅബാലയത്തിൻ്റെയും അഥവാ മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഇഹ്റാം ചെയ്യാൻ എന്തു ചെയ്യണം? മീഖാത്തിലേക്ക് മടങ്ങേണ്ടതുണ്ടോ? ത്വായിഫിലുള്ള ഖർനുൽ മനാസിലും കഴിഞ്ഞ് ഒരു 50 കിലോമീറ്റർ മക്കയിലേക്ക് ദൂരമുള്ള ഒരാളുടെ വീട് അവിടെയാണെന്ന് വിചാരിക്കുക എങ്കിൽ ആ വ്യക്തി ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ ഖർനുൽ മനാസിലേക്ക് പോയി അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണോ അദ്ദേഹം കഅബാലയത്തിലേക്ക് പോകേണ്ടത്? അല്ല. ഈ പറയപ്പെട്ട മീഖാത്തുകളും കഴിഞ്ഞ് അവയുടെയും മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ആളുകൾക്ക് എവിടെയാണോ അവർ താമസിക്കുന്നത്, എവിടെയാണോ അവരുടെ വീടുള്ളത്, അവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. ഫമൻ കാന ദൂനഹുന്ന ഫമുഹില്ലുഹു മിൻ അഹ്ലിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ഒരു ചോദ്യം, മക്കക്കാർ
എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? മക്കക്കാർ എന്ന് പറഞ്ഞാൽ സ്വദേശികളായ ആളുകളാകട്ടെ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന നാട്ടുകാരല്ലാത്ത മുഖീമീങ്ങളായ ആളുകളാകട്ടെ, അവർ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? നമ്മൾ പറഞ്ഞു ഹജ്ജിന് മീഖാത്തുണ്ട്, ഉംറക്ക് മീഖാത്തുണ്ട്. ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കണം, ഉംറക്ക് ഇഹ്റാമിൽ പ്രവേശിക്കണം. അങ്ങനെ നോക്കുമ്പോൾ മക്കയിൽ താമസിക്കുന്ന ആളുകൾ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടെ വെച്ചാണ്. അതല്ലാതെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ മീഖാത്തിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ ഹറമിൻ്റെ പുറത്തുള്ള ജിഅറാനയിലേക്കോ തൻഈം എന്ന് പറയുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ ആയിഷ പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കോ പോകേണ്ടതില്ല. അവർക്ക് ഹജ്ജിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നും ഹറമിൻ്റെ അടുക്കൽ വന്ന് ഹറമിൽ വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കലോ അല്ല വേണ്ടത്. മക്കയിൽ എവിടെയാണോ അവർ താമസിക്കുന്നത് അവിടെ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എന്ന്. ഹത്ത അഹ്ലു മക്ക യുഹില്ലൂന മിൻഹ. അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്തിൽ വളരെ വ്യക്തമായി തന്നെ കാണാം, മക്കക്കാർ അവരുടെ വീട്ടിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. എന്തിന്? ഹജ്ജിനാണെങ്കിൽ. എന്നാൽ ഉംറക്കാണ് എങ്കിൽ മക്കക്കാർ മക്കയുടെ ഹറമിന് പുറത്ത് പോകേണ്ടതുണ്ട്. കഅബാലയവും അതിൻ്റെ പ്രത്യേക പരിസരങ്ങളും അതിനാണ് ഹറം എന്ന് പറയുക. ഹറമല്ലാത്ത സ്ഥലത്തിന് ഹില്ല് എന്നാണ് പറയുക. ഹറമിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ സൂചിപ്പിക്കും. അത് ചില സ്ഥലങ്ങളിൽ 5 കിലോമീറ്റർ ദൂരപരിധിയായിരിക്കും കഅബാലയത്തിങ്കിൽ നിന്നും, മറ്റു ചില സ്ഥലങ്ങളിൽ 20 കിലോമീറ്റർ ആയിരിക്കും. കഅബാലയത്തിൽ നിന്ന് കൃത്യമായൊരു വൃത്താകൃതിയിലല്ല ഹറം നിലനിൽക്കുന്നത്, ഉൾക്കൊള്ളുന്നത്. അത് വ്യത്യാസമുണ്ടായിരിക്കും. മക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ ഹറം വിട്ടുകടന്ന് ഹറമല്ലാത്ത പ്രദേശമാവുന്ന ഹില്ലിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ കഅബാലയത്തിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഹില്ല് തൻഈം എന്ന് പറയുന്ന സ്ഥലമാണ്, ആയിഷ പള്ളി നിലനിൽക്കുന്ന സ്ഥലം. എന്താണ് അതിനാധാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ വന്നു. മറ്റുള്ളവരൊക്കെ വന്ന പോലെ തന്നെ അവർ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഉംറ ചെയ്യാൻ സാധിച്ചില്ല, ആർത്തവമായി. അപ്പോൾ വല്ലാത്ത വിഷമമായി. എല്ലാ ആളുകൾക്കും ഹജ്ജും ഉംറയും ലഭിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഹജ്ജ് മാത്രമേ ലഭിച്ചുള്ളൂ. ആ വിഷമം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവച്ചു. ആ വേളയിൽ അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനുമായ അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കറിനോട്, അബ്ദുറഹ്മാനോട് ആയിഷ റളിയല്ലാഹു അൻഹയെ തൻഈമിലേക്ക് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. തൻഈം എന്ന് പറഞ്ഞ ആയിഷ പള്ളിയുള്ള സ്ഥലം, അത് ഹറമല്ല, ഹില്ലാണ്. എന്നിട്ട് അവിടുന്ന് ഉംറ ചെയ്യുവാൻ ഇഹ്റാമിൽ പ്രവേശിച്ചു അവർ. അപ്പോൾ ആ സംഭവം മനസ്സിലാക്കുന്നത്, നാം അറിയേണ്ടത്, മക്കയിൽ താമസിക്കുന്ന ഒരാൾ അയാൾക്ക് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കണമെങ്കിൽ ഹറമിന് പുറത്ത് പോകണം. അത് ശുമൈസിയിലേക്ക് പോകാം, ജിഅറാനയിലേക്ക് പോകാം. പക്ഷെ പൊതുവെ ഏറ്റവും അടുത്തുള്ളത് തൻഈം ആണ് എന്നതുകൊണ്ടാണ് ആളുകൾ ആയിഷ പള്ളിയിൽ പോയി തൻഈമിൽ പോയി ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ മക്കക്കാർ പോലും ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവർ ഹറമിൻ്റെ പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്നാണ്. ഇനി ഈ പറയപ്പെട്ട 5 സ്ഥലങ്ങളിലൂടെയല്ലാതെ ഒരാൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് കഅബാലയത്തിങ്കിലേക്ക് വരികയാണ് എങ്കിൽ അവരുടെ ഏറ്റവും അടുത്തുള്ള മീഖാത്തിനോട് സമാനമായ സ്ഥലത്ത് വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഏതുപോലെ? കൂഫയിലെയും ബസ്റയിലെയും ആളുകൾ വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഞങ്ങൾ ഖർനുൽ മനാസിലിൽ എത്താൻ പ്രയാസകരമാണെന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ അതിനോട് സമാനമായി നിങ്ങളുടെ വഴിയിലുള്ള, നിങ്ങളുടെ റൂട്ടിലുള്ള ദാത്തു ഇർഖിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. പക്ഷേ
അതേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് അറിയിച്ചതുമായിരുന്നു. ഇന്ന് ഒരു മസ്അല എന്ന രൂപത്തിൽ ചർച്ച ചെയ്യുക എന്നല്ലാതെ പൊതുവെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറില്ല. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ഈ 4 or 5 സ്ഥലങ്ങളിലൂടെ മാത്രമേ ആളുകൾ വരാറുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചിട്ടില്ല ഒരാൾ. ഉദാഹരണമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ജോലിക്ക് പോകുന്ന എത്രയോ ആളുകൾ, ജിദ്ദയിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ടാകും, റിയാദിലും ത്വായിഫിലൊക്കെ. അവർക്കൊക്കെ പല ആവശ്യങ്ങൾക്കും ജോലി കാരണം മക്കയിൽ വരേണ്ടതുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിന് ഒക്കെ മക്കയിൽ വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഓരോ തവണ മക്കയിൽ പോകുമ്പോഴും ഓരോ ദിവസവും ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. കാരണം ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് അല്ല അവർ മീഖാത്ത് വിട്ടുകടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹുന്ന ലഹുന്ന വലിമൻ അത അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന ലിമൻ ഖാന യുരീദുൽ ഹജ്ജ വൽ ഉംറ. ഹജ്ജോ ഉംറയോ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുന്ന ആളുകൾക്കുള്ള വിധിയാണ് ഈ സൂചിപ്പിച്ചത്. അതല്ലാത്ത കച്ചവട ആകട്ടെ മറ്റെന്തെങ്കിലും ഉദ്ദേശമാകട്ടെ അവർക്ക് ഹജ്ജോ ഉംറയോ ലക്ഷ്യമില്ല. അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇനി അയാൾ ഈ രൂപത്തിലുള്ള ഹജ്ജോ ഉംറയോ ലക്ഷ്യമില്ലാതെ ആണ് അയാൾ കഅബാലയത്തിങ്കിലേക്ക് പോയത് എന്ന് വിചാരിക്കുക. എന്നാൽ പിന്നീട് അയാൾക്ക് മക്കയിലെത്തിയ ശേഷം ഒന്ന് ഉംറ ചെയ്യാം എന്ന ഉദ്ദേശമുണ്ടായാൽ പിന്നീട് അയാൾ മക്കക്കാരുടെ മീഖാത്ത് എന്ന രൂപത്തിൽ ഹറമിന് പുറത്തുപോയി ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതിയാകും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം. കാരണം അയാൾ മീഖാത്ത് വിട്ടുകടന്നപ്പോൾ ഒരിക്കലും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. ഇഹ്റാമിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം അയാൾ ഉംറ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. മക്കയിലെത്തി തൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഇനി ഒന്ന് ഉംറ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾക്ക് ഹറമിന് പുറത്തു പോയാൽ മതിയാവുന്നതാണ്. അതേപോലെ തന്നെ ഒരാൾക്ക് മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ പാടുണ്ടോ? അതല്ല കൃത്യം മീഖാത്തിൽ വെച്ച് മാത്രമേ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പാടുള്ളൂ? മീഖാത്തും കഴിഞ്ഞ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ എന്താണ് അയാൾ ചെയ്യേണ്ടത്? ഈ വിഷയവും കൃത്യമായി മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഉംറയ്ക്ക് വരുന്നത്, ഹജ്ജിന് വരുന്നത് ഫ്ലൈറ്റിലാണ്. ചില ആളുകൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കും. ചില ആളുകൾ ഒരു പക്ഷേ മീഖാത്തെത്തിയാൽ മറന്നു പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഒരു കാര്യം കൃത്യമാണ്, ഏറ്റവും നല്ലത് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള കുളി, വസ്ത്രധാരണം ഇതൊക്കെ മുൻകൂട്ടി റെഡിയായി നിൽക്കുകയും മീഖാത്തിൽ എത്തി എന്ന് ഫ്ലൈറ്റിൽ നിന്നും വിവരം ലഭിച്ച ഉടൻ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്ക് ഞാൻ ഉറങ്ങിപ്പോകും, അതല്ല ഒരു പക്ഷേ മീഖാത്ത് എത്തിയോ ഇല്ലയോ എന്ന് എന്നെ വിവരമറിയിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല എന്നിത്യാദി ഭയമുണ്ട് എങ്കിൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാം, മീഖാത്തിലേക്ക് കോഴിക്കോടൊന്ന് ഫ്ലൈറ്റ് കയറിക്കഴിഞ്ഞാൽ 4-4.5 മണിക്കൂറായിരിക്കും ഇൻഷാ അല്ലാഹ് ജിദ്ദയിലേക്ക്. അതിൻ്റെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ, ഇറങ്ങുന്നതിൻ്റെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പ് അവർ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതിയാകുന്നതാണ്. അതും അവർക്ക് ഭയമാണ് എങ്കിൽ, അതിലും അവർക്ക് ഞാൻ ഉറങ്ങിപ്പോകുമോ, എന്നെ ആരും വിവരം അറിയിക്കുകയില്ലേ എന്നിങ്ങനെ ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ മുൻകൂട്ടി അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് കൃത്യസമയത്ത് തന്നെ കൃത്യസ്ഥലത്ത് വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതാണ്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മുൻകൂട്ടി ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ മുഹരിമായി ഇഹ്റാമിൽ പാലിക്കേണ്ട നിബന്ധനകളൊക്കെ അയാൾ പാലിക്കേണ്ടി വരും. ഒരാൾ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിച്ചത് എങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്താണ് എന്ന് പിന്നീട് നമ്മൾ വിവരിക്കും. കേവലം ആ വസ്ത്രം ധരിക്കൽ മാത്രമല്ല, ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ആ മനസ്സും ഓടുകൂടി അയാൾ ഉംറയിൽ പ്രവേശിക്കലാണ്, ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. അങ്ങനെ എവിടെ വെച്ചാണോ അയാൾ പ്രവേശിച്ചത് അത് മുതൽ അയാൾ മുഹരിമായി അയാൾക്ക് കുറേ നിയമങ്ങൾ ബാധകമായി തീരും. അതേപോലെ തന്നെ ഒരാൾ മീഖാത്ത് വിട്ടുകടന്നു. ഉദാഹരണമായി മദീനയിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു, ദുൽ ഹുലൈഫയിൽ എത്തിയപ്പോൾ
അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ ചെയ്യുക. ഒന്നുകിൽ താൻ പുറപ്പെട്ട മീഖാത്തിലേക്ക് ദുൽഹുലൈഫയിലേക്ക് മടങ്ങി വരിക. അയാൾ ഇതുവരെ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ, ദുൽഹുലൈഫ കഴിഞ്ഞ് അയാൾ മുന്നോട്ട് പോയി ഇതുവരെ അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അയാൾ ദുൽഹുലൈഫയിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വന്ന ശേഷം മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക. പ്രത്യേകിച്ച് പ്രായശ്ചിത്തം ഒന്നും ഇല്ല. അതല്ല, അയാൾ ദുൽഹുലൈഫ വിട്ടുകഴിഞ്ഞു, അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചു എങ്കിൽ അയാൾ ഉംറയുടെ ഒരു വാജിബ് നഷ്ടപ്പെടുത്തി. എന്താണ് വാജിബ്? മീഖാത്തിൽ വെച്ചായിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അതേ മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല, മീഖാത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് എങ്കിൽ തീർച്ചയായും അയാൾ ഒരു ഫിദിയ, അറവ് കൊടുക്കേണ്ടി വരും. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടും. അവർ വേണ്ടപ്പെട്ട ആളുകൾ ജിദ്ദയിലുണ്ടായിരിക്കും. അങ്ങനെ ഫ്ലൈറ്റിൽ വെച്ചൊന്നും ഇഹ്റാമിൽ പ്രവേശിക്കാതെ ജിദ്ദയിൽ പോയി കുറച്ച് ദിവസം താമസിച്ച് അവിടെ നിന്ന് ഉംറയ്ക്ക് പുറപ്പെടും. അത് ശരിയല്ല. കാരണം ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് മീഖാത്ത് വിട്ടുകടന്നോ ഫ്ലൈറ്റ് ആ സ്ഥലം വിട്ടുകടന്നുകൊണ്ടാണ് ജിദ്ദയിലേക്ക് പോകുന്നത് എങ്കിൽ നിർബന്ധമായും അവർ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഏത് മീഖാത്താണ് വിട്ടുകടന്നത്, ഖർനുൽ മനാസിൽ, അവിടെ എത്തി അവിടെ വെച്ചായിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അതല്ലാതെ മകൾ താമസിക്കുന്ന ജിദ്ദയിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്കിൽ ഉംറയുടെ ഒരു വാജിബ് നഷ്ടപ്പെടുത്തി എന്ന കാരണത്താൽ അയാളൊരു അറവ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രണ്ട് മീഖാത്ത് അതിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ, ഉദാഹരണമായി സുഡാനിൽ നിന്ന് വരുന്ന ആളുകൾ അവർ ആദ്യം എത്തുന്നത് മദീനയിലാണെങ്കിൽ ആ മദീനയിൽ നിന്ന് മീഖാത്തിൽ പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത്. രണ്ട് മീഖാത്ത് വിട്ടുകിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കലാണ് ഏറ്റവും നല്ലത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ അഭിപ്രായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതായിരുന്നാലും ശരി, മീഖാത്തുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര വിധികളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നാം ചെയ്യാൻ പോകുന്ന ഹജ്ജിനെക്കുറിച്ചും ഉംറയെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു അറിവ് ഉണ്ടാകുമ്പോഴേ നാം ചെയ്യുന്ന കർമ്മം സ്വീകാര്യോഗ്യമാകൂ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.